എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മളിൽ പല ആൾക്കാരും പലപ്പോഴും ചെയ്യുന്നതും എന്നാൽ നമ്മളോട് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ വേദനിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം. ഏതൊരു കാര്യത്തിലും നമ്മൾ ചെയ്യുന്ന ഏതൊരു മനോഹരമായിട്ടുള്ള കാര്യത്തിലും നെഗറ്റീവ് കണ്ടെത്തുന്ന ആളുകളുണ്ട്. നമ്മളും ചിലപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കാം. ഒന്ന് രണ്ട് കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് ഒരു വീട് പണിയുക. ആ ഒരു വീട് പണിതതിന് ശേഷം അതിന്റെ ഹൗസ് വാമിങ്ങിന് നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച നിങ്ങളുടെ കൂട്ടുകാരൻ വന്നിട്ട് ആ വീട് നോക്കി രണ്ട് നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ? അവനെ നിങ്ങൾ ജീവിതകാലത്ത് പിന്നെ ആ ഒരു വീടിന്റെ പരിസരത്ത് പോലും അടുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതേപോലെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് നിങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് ഒരു കാറ് വാങ്ങുകയാണ്. ആ ഒരു കാറ് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന സമയത്ത് അവൻ അതിന്റെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് നിങ്ങളെ ആകെ മൊത്തത്തിൽ വിഷമിപ്പിച്ചു. ഇതിന്റെ കളർ പോരാ, അല്ലെങ്കിൽ ഈ വണ്ടി എടുത്തത് മഹാമണ്ടത്തരമായി പോയി. നിങ്ങൾക്ക് വേദന തോന്നുന്നില്ലയോ? നിങ്ങൾക്ക് വേദന തോന്നിയില്ലെങ്കിൽ നല്ല ദേഷ്യം തോന്നും. ഈ പറഞ്ഞ വൃത്തികെട്ടവനെ നിങ്ങൾ പിന്നീട് വണ്ടിയെ കയറ്റണ്ട എന്ന് തീരുമാനം എടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വീടിന്റെയും വണ്ടിയുടെയൊക്കെ കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ മാറ്റി വാങ്ങാൻ പറ്റുന്ന സംഗതികളാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിന് ആധാരമായിട്ടുള്ള സംഭവത്തിലേക്ക് വരാം. ഈ കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസറുടെ വെഡിങ്ങുമായി ബന്ധപ്പെട്ട് കുറേയധികം റീലുകൾ കണ്ടു. ആ ഒരു വെഡിങ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഭംഗിയായിട്ട് നടത്തി എന്നുള്ള ഒരു സന്തോഷമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വഴിക്കട നടന്നു പോകുന്ന ആരുമല്ലാത്ത ആളുകൾക്ക് ആ ഒരു പരിപാടി അത്രയധികം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വൻ നെഗറ്റീവാണ് ആ ഒരു വെഡിങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഇതൊരു വിമർശനമാണോ? അല്ല, അതിനെയാണ് നമ്മൾ കറക്റ്റ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു നെഗറ്റീവ് പറയുന്ന ആളുകളെയാണ് നമ്മൾ നെഗറ്റീവ് വോളികൾ എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവർ ഈ പറയുന്ന നെഗറ്റീവ് കൊണ്ട് ആ ഒരു പരിപാടി ടൈം മെഷീൻ വെച്ച് തിരിച്ച് വീണ്ടും ഒന്നുകൂടെ നടത്താൻ പറ്റത്തില്ല. വെഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഭൂരിപക്ഷം ആളുകളുടെ ലൈഫിൽ ഒരു തവണയാണ് ഏറ്റവും ഭംഗിയായിട്ട് അത് ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പരിപാടിയോടനുബന്ധിച്ച് കിട്ടുന്ന നെഗറ്റീവുകൾ എന്ന് പറയുന്നത് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. നമ്മൾ വിമർശനമാണ് ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധ്യതയുള്ളിടത്താണ് ഉന്നയിക്കേണ്ടത്. തിരുത്താൻ ഒരു സാധ്യതയും ഇല്ലാത്ത കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ചിട്ട്, ഒരു മംഗളകർമ്മത്തെ കുറിച്ചിട്ട് നമ്മൾ നെഗറ്റീവ് പറയുമ്പോഴത്തേനും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ രണ്ട് വ്യക്തികളെ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ വിഷമിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതൊരു മജോറിറ്റി ചെയ്യുന്നതാണോ? അല്ല, അതൊരു മൈനോറിറ്റി ചെയ്യുന്നതാണ്. യാതൊരുവിധ ഭൗതിക വളർച്ചയും ഭൗതിക നിലവാരവും സ്റ്റാൻഡേർഡും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു മംഗള കർമ്മം നടന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്ത് നെഗറ്റീവുകൾ ആ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട് പറയുക എന്നുള്ളത്. കാരണം അത് റിവൈൻഡ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ ഒരു കമന്റുകൾ ഏൽക്കേണ്ടി വരുന്ന ആളുകളോട് നമ്മൾ സഹതാപം കാണിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഈ കമന്റുകൾ പറയുന്ന ആളുകളോട് നമ്മൾ സഹതാപം കാണിക്കേണ്ടതുണ്ട്. കാരണം അവരുടെയൊക്കെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അത്രയധികം ദുരന്തകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. ആളുകളെ വേദനിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഏതൊരു മംഗള കാര്യത്തിലും നെഗറ്റീവ് പറയുന്ന, വിമർശനമല്ലാതെ നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാരണമായിട്ട് എടുത്തു പറയേണ്ടത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, ലോ സെൽഫ് എസ്റ്റീം, അതർ മെന്റൽ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്നിനെയും പോസിറ്റീവായിട്ട് പലപ്പോഴും നോക്കി കാണാനായിട്ട് പറ്റാറില്ല. അത് അവരുടെ ഒരു അവസ്ഥയാണ്. അതിൽ അവരോട് നമ്മൾ സഹതാപം കാണിക്കേണ്ടതുണ്ട്. എന്നാലും അവരുടെ ആ ഒരു അവസ്ഥയിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. അവര് പലപ്പോഴും സന്തോഷവാന്മാരല്ല, സന്തോഷവതികളല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ സന്തോഷം അവർക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ അതിനകത്തെല്ലാം അവരിങ്ങനെ നെഗറ്റീവ് കണ്ടെത്തി ബാക്കിയുള്ള ആളുകളെ നെഗറ്റീവിലേക്ക് തള്ളിവിടാറുണ്ട്. ഈ കൂട്ടരോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കുക എന്നുള്ളത് അവരുടെ മാനസികാവസ്ഥയുടെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് സഹിക്കുക തന്നെ. അടുത്തത് ഫിയർ ഓഫ് ഡിസപ്പോയിൻമെന്റ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര രസകരമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇവരുടെ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ലോവറാക്കി വെക്കും. ഇവരൊരിക്കലും ഇങ്ങനെയുള്ള ഒരു വിവാഹമോ ഇങ്ങനെയുള്ള ആഗ്രഹ പൂർത്തീകരണമൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അവരെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടത്തില്ലെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്തോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് അവരെ തന്നെ വലിയ വിശ്വാസമൊന്നുമില്ല. പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി ചിരിച്ചു കഴിഞ്ഞാൽ കരയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേടിയുള്ള ആളുകളാണ്. ഒത്തിരി ഇങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി പോസിറ്റിവിറ്റി ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ നാളെ എനിക്കത് വേണമെന്ന് തോന്നും, എന്നാൽ എന്നെ കൊണ്ട് ഇത് പറ്റത്തുമില്ല, അപ്പൊ എനിക്ക് വിഷമം വരും. അതുകൊണ്ട് അവരുടെ അച്ചീവ്മെന്റ്, അവരുടെ സന്തോഷത്തേക്ക് വില കുറച്ച് കണ്ടേക്കാം. അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ചേക്കാം. മൂന്നാമത്തെ കാരണം കൾച്ചറൽ ആൻഡ് സോഷ്യൽ കണ്ടീഷനിങ് ആണ്. അതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. നമ്മളൊക്കെ ജനിക്കുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്നത് എന്താണ്?
സന്തോഷിക്കരുത്. ഈ സന്തോഷിക്കുന്നൊന്നും ശരിയല്ല. എത്രയും പെട്ടെന്ന് ഒട്ടും സന്തോഷിക്കാതെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവുക, പരമാവധി എല്ലുമുറയെ പണിയെടുക്കുക, എന്നിട്ട് ആ പൈസയൊക്കെ വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് ഒരു വീടൊക്കെ വെക്കുക, അതിനകത്ത് പുറത്തൊന്നും പോവാതെ ഒരു ട്രിപ്പൊന്നും പോവാതെ നല്ല ഭക്ഷണമൊന്നും പുറത്തൊന്നും കഴിക്കാതെ അങ്ങോട്ട് ജീവിക്കുക, എന്നിട്ട് മരിക്കുക. സന്തോഷിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ ആർഭാടമാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ചിരിക്കുന്നത് പോലും ധൂർത്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ കുറേയൊക്കെ മാറ്റമുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഈവൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ വീട്ടിലൊന്നും പറയാനായിട്ട് പറ്റത്തുണ്ടായിരുന്നില്ല. ഞാൻ ആകെ മൊത്തത്തിൽ ബേൺ ഔട്ട് അടിച്ചിരിക്കുകയാണ്, ഞാനൊരു ട്രിപ്പ് പോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ ട്രിപ്പ് പോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു റൈഡ് പോട്ടെ, എനിക്കൊരു 20,000 രൂപയുടെ ചിലവുണ്ട്, ഞാൻ തന്നെ പണിയെടുത്ത് ഉണ്ടാക്കിയാലും അങ്ങനെയുള്ള ഒരു പണം ചിലവഴിക്കുന്നത് ധൂർത്താണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ ആഘോഷങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ടോ? വിവാഹം എന്ന് പറയുന്നത് ആർഭാടമാണെന്നൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ എനിക്ക് അങ്ങനെ തോന്നാറില്ല. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെലവഴിക്കുക. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് കുറേയധികം ആളുകൾക്ക് കുറെ പണം കൊടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ വിവാഹത്തിന്റെ സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തു. കാരണം എനിക്ക് അറിയാവുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന ചേട്ടന് കുറച്ച് പൈസ കൊടുക്കാൻ പറ്റും. എൻ്റെ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുക്കാൻ പറ്റും. വേറെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരമാണ്. നമ്മളുടെ ഉള്ള പണത്തിന് കടം വാങ്ങിയൊന്നും ചെയ്യരുത്. നമ്മളുടെ ഉള്ള പണത്തിന് നമ്മൾ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ പരിപാടികളും മനോഹരമാക്കുക എന്നുള്ളത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ശീലമില്ലാത്ത, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇല്ലാത്ത, ഞാൻ മുന്നേ പറഞ്ഞ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നെഗറ്റീവ് പറയാനായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസറുടെ വെഡിങ്ങിലും ആ ഒരു കളറിലും ആ ഒരു സന്തോഷത്തിലും ഒക്കെ കുറേയധികം ആളുകൾക്ക് അതൃപ്തി തോന്നിയിട്ടുണ്ടാവാം ആ ഒരു പഴയ ചിന്താഗതി വെച്ച് നോക്കുന്ന സമയത്ത്. നാലാമത്തെ കാരണം പെർഫെക്ഷനിസം ആണ്. നമ്മൾ പലപ്പോഴും വളരെ പോസിറ്റീവായിട്ട് നോക്കിക്കാണുന്ന ഒരു സംഗതിയാണ് പെർഫെക്ഷനിസം. എന്നാൽ ഈ പെർഫെക്ഷനിസ്റ്റുകൾക്ക് പലപ്പോഴും ഒത്തിരി അധികം സ്ട്രെസ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. നമുക്ക് ഈ സമയവും അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളും പെർഫെക്ഷനും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ടഫായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ പെർഫെക്ഷനിസ്റ്റുകൾക്ക് എന്തിനകത്തും ചിലപ്പോൾ നെഗറ്റീവുകൾ തോന്നാം. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും, നമ്മളൊരു വസ്ത്രം ധരിച്ചാലും, നമ്മളൊരു ഇവന്റ് നടത്തിയാലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു നെഗറ്റീവുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതൊന്നും കുഴപ്പമില്ല, അത് നടന്നല്ലോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. എന്നാൽ പെർഫെക്ഷനിസ്റ്റുകൾക്ക് അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കില്ല. അവരുടെ ആ ഒരു ഡിസപ്പോയിൻമെന്റ് ബാക്കിയുള്ള ആളുകളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ടാണെങ്കിലും അവർ പറയും. അങ്ങനെ പറഞ്ഞ കുറച്ച് പെർഫെക്ഷനിസ്റ്റുകളും ആ ഒരു നെഗറ്റീവ് ഒളികൾക്കിടയിൽ ഉണ്ടായിരുന്നായിരിക്കാം. ഈ പെർഫെക്ഷനിസ്റ്റുകളുടെ വേറെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇത്തരത്തിലുള്ള മംഗള മുഹൂർത്തങ്ങൾ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ബാക്കിയുള്ള കാര്യങ്ങളിലെ പെർഫെക്ഷനുമായി ബന്ധപ്പെട്ട വലിയ ആകുലതയിലായിരിക്കും. അങ്ങനെയുള്ള പെർഫെക്ഷനിസ്റ്റുകൾ മാറാൻ പറ്റില്ല. അതൊക്കെ ഓരോ ആളുകളുടെ ക്യാരക്ടറാണ്. അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിലേക്ക് കൂടെ കൂടുന്ന സമയത്ത് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നബിലിറ്റി ടു ലിവ് ഇൻ ദ പ്രസന്റ് ഡേ. ചില ആളുകൾക്ക് എന്ത് കണ്ടാലും അതിനകത്തെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യത്തില്ല. അവർക്ക് അവരുടെ പാസ്റ്റ് ട്രോമയായിട്ട് അതിനെ കണക്ട് ചെയ്യാനായിട്ട് തോന്നും. ഇപ്പോൾ കൂട്ടുകാരനോ കൂട്ടുകാരിയോ വിവാഹം കഴിക്കുകയാണ്, വിവാഹ മംഗളങ്ങൾ നേരുക എന്നുള്ളതാണ് അവിടെ സാധാരണയായിട്ട് ചെയ്യേണ്ടത്. എന്നാൽ ആ ഒരു കപ്പിളിനെ കാണുന്ന സമയത്ത് തൻ്റെ പരാജയപ്പെട്ട വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ട് ഓർമ്മ വരികയാണ്. അപ്പോൾ ഇവരുടെ വിവാഹത്തെക്കുറിച്ചിട്ടോ ഇവരുടെ പോസിറ്റീവായിട്ടുള്ള ലൈഫിന് ആശംസകൾ കൊടുക്കാനായിട്ടോ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു നെഗറ്റിവിറ്റി അങ്ങ് കണ്ടുപിടിക്കുകയാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, നീയും പെട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ മറ്റവൻ പെട്ടു, ഇവൻ പെടുവോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവന് വലിയ ധാരണയൊന്നുമില്ല. എന്നാൽ ഇവന്റെ ലൈഫ് വെച്ചിട്ട് മറ്റവനൊരു ആശംസ കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവാണ്, നീയും പെടാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയുള്ള കുറേയധികം കമന്റ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു കൂട്ടര് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചെറുക്കൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. റിലേഷൻഷിപ്പ് ഒക്കെ പൊട്ടി പണ്ടാരം അടങ്ങിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ വിവാഹമൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് എക്സാമ്പിൾ പറയുന്നത് മറ്റേ ആ ഇൻഫ്ലുവൻസറുടെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് ഇവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള ആകുലതയായിരിക്കും. ഈ ഒരു ആകുലതയിൽ ഇവരിങ്ങനെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എന്തുവാണ് ഇവനൊക്കെ പെണ്ണ് കിട്ടി എനിക്ക് കിട്ടുന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു ആകുലതയിൽ അവിടെ നെഗറ്റിവിറ്റി കണ്ടെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ വിവാഹം പരാജയപ്പെട്ടു, നാളെ നിങ്ങൾക്ക് ഒരു വിവാഹം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു വിവാഹം കഴിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും ആകുലപ്പെട്ട് പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റിൽ പറഞ്ഞത്, ഇന്നബിലിറ്റി ടു ലിവ് ഇൻ ദ പ്രസന്റ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടും ഒരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ ആയുസ്സിൽ 15 മിനിറ്റ് തീർന്ന് മരണത്തോട് ഒരു ദിവസം കൂടെ എടുത്തു.
ഇത്ര പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഈ മൊമെന്റ്സ് പ്രസന്റ് മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മഹാമണ്ടത്തരം തന്നെ കേട്ടോ. അടുത്ത മെയിൻ പോയിന്റ്, ദ റിയൽ പോയിന്റ്, ജെലസി ഓർ എൻവി, അസൂയ, കുശുമ്പ്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ രസകരമായിട്ടുള്ള ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ്. അവർ ബാക്കിയുള്ള ആളുകളുടെ അച്ചീവ്മെൻറ്റുകൾ കാണുന്ന സമയത്ത് വേദനപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവരെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടാണ്. തങ്ങളെ ഇങ്ങനെ തറ ലെവലിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഏതെങ്കിലും ഒരാളുടെ അച്ചീവ്മെൻറ്റ് കാണുന്ന സമയത്ത് ചിന്തിക്കുന്ന എന്താണ്? ഓ, എനിക്ക് നാളെ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും, അയാൾക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയല്ലേ, എനിക്ക് എന്തായിരിക്കും നാളെ കിട്ടാൻ വേണ്ടി പോകുന്നത്? വല്ലാത്ത ഡ്രീമും വല്ലാത്ത പാഷനും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക്, പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക്. പക്ഷെ അസൂയം കുശുമ്പുള്ള ആളുകളുടെ ഒരു മൈൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ അവനൊക്കെ അത് കിട്ടി, എനിക്കൊന്നും ഇതൊന്നും കിട്ടത്തൊന്നുമില്ല, എനിക്ക് യോഗമില്ല അമ്മണിയെ എന്ന് പറയുന്ന ഒരു ചിന്തയായിരിക്കും ഈ അസൂയം കുശുമ്പും ഒക്കെ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്ന സമയത്ത് അവരെ കൊണ്ട് പറ്റത്തില്ല എന്ന് അവരിങ്ങനെ സീലടിച്ച് വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് പറ്റത്തുമില്ല കേട്ടോ, അത് ഉറപ്പുള്ളൊരു കാര്യം. അവരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം വേറൊരാൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനെ രണ്ട് കുറ്റം പറഞ്ഞ് അവരെ തളർത്താനായിട്ട് തോന്നും. ഞാൻ ഈ പോയിന്റുകളൊക്കെ ഇവിടെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിക്കാണും എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം നെഗറ്റീവ് പറയുന്നത് എന്ന്. ഇന്ത്യയിലുള്ള ആളുകൾ അത്രയധികം സന്തോഷവാന്മാരല്ല എന്നുള്ളത് റിയാലിറ്റിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ആ ഒരു അസന്തുഷ്ടിതമായിട്ടുള്ള ജീവിതത്തിൽ നിന്നാണ് ഈ നെഗറ്റീവുകൾ വരുന്നത്. അവരെ തന്നെ വളരെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഈ നെഗറ്റീവ് വോളുകളുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകളുടെ അച്ചീവ്മെൻറ്റുകൾ, അവരുടെ സന്തോഷങ്ങൾ, അതിലൊക്കെ അവർക്ക് നെഗറ്റീവ് പറയാനുണ്ടാവും. വീണ്ടും ഞാൻ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള സംഭവത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. കഴിഞ്ഞു പോയ ഒരു മംഗളകർമ്മം, ഒരു ചടങ്ങ്, ഒരു വിവാഹം, വളരെ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞുപോയി. അതിനെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ അത് അവരെ വേദനിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്. അങ്ങനെയുള്ള നെഗറ്റീവ് വോളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെയുള്ളൊരു നെഗറ്റീവ് വോളി ആയി മാറാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ എല്ലാ ആളുകളും ഏർപ്പെടുക. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.